നമസ്കാരം. ഷെക്കന ന്യൂസിന്റെ ബിഗ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വിദ്യാഭ്യാസം, ആതുര സേവനം, അനാഥ സംരക്ഷണം, ഭിന്നശേഷിക്കാരുടെ പുനരധിവാസം, അങ്ങനെ നൂറ് മേഖലകളിൽ നിസ്വാർത്ഥമായി നടത്തുന്ന സേവനം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടേക്ക് നിസ്വാർത്ഥമായി സേവന മനസ്സോടെ ഓടിയെത്തുന്ന കരങ്ങൾ അല്ലെങ്കിൽ കാലുകൾ. ഭാരതത്തിൽ ക്രൈസ്തവ സഭയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരു ആരാധനാലയത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. എന്നാൽ നേരത്തെ സൂചിപ്പിച്ച എല്ലാ മതവിഭാഗക്കാർക്കും ഒരുപോലെ തന്നെ പ്രയോജനപ്പെടുന്ന ഇത്തരം സേവന പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രതികൂലമായി അത്തരം പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കാവുന്ന FCRA അമെൻഡ്മെന്റ് ബിൽ, ആ ബില്ലിനെ ചൊല്ലി വലിയ രീതിയിലുള്ള ആശങ്കകൾ തന്നെയാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇതൊരു മതനിരപേക്ഷ നിയമമാണ് എന്ന് പറയുമ്പോൾ പോലും അത് ടെക്സ്റ്റിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ നിയമത്തിന്റെ നിലവിലെ ഭേദഗതിയുടെ ചില നിബന്ധനകൾ, അതിന്റെ ചില ടെക്സ്റ്റ്, അത് എല്ലാ മതത്തെയും ഒരുപോലെ തന്നെയാണോ ബാധിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ മതവിഭാഗങ്ങളും നടത്തുന്ന പ്രവർത്തനങ്ങളെ ഒരുപോലെ തന്നെ ഇത് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും നിയന്ത്രണങ്ങൾ നല്ലതാണ്, സുതാര്യത നല്ലതാണ്. ദേശീയ സുരക്ഷയെ മുൻകരുതി, രാജ്യത്തിന്റെ സുരക്ഷയെ മുൻകരുതി രാജ്യത്തിലേക്ക് വരുന്ന പുറമേ നിന്നുള്ള ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അനിവാര്യം തന്നെയാണ്. പക്ഷെ നിയന്ത്രണത്തിന്റെ പേരിൽ നിയമപരമായി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ ഇത്തരത്തിലുള്ള ഭേദഗതികൾ പ്രതികൂലമായി ബാധിക്കുമോ എന്നത് തന്നെയാണ് ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം. തീർച്ചയായിട്ടും അല്പമെങ്കിലും ആശ്വാസിക്കാം. ഈ പറയുന്ന ഭേദഗതി അല്ലെങ്കിൽ FCRA ഭേദഗതി അത് JPCക്ക് വിട്ടിരിക്കുന്നു എന്ന വളരെ ഒരു താൽക്കാലികമായ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി ഈ വിഷയത്തിൽ വളരെ സത്വരമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. FCRA ഭേദഗതി ബില്ല് അത് JPCക്ക് വിട്ട ആ ഒരു നടപടി എത്രത്തോളം ആശ്വാസകരമാണ്, മുന്നോട്ടുള്ള ഈ നിയമവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിയമത്തിന്റെ അപാകതകൾ ചൂണ്ടിക്കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭകളുടെ മുന്നോട്ടുള്ള ഒരു പോരാട്ടം എങ്ങനെയാണ്, ഈ വിഷയങ്ങൾ തന്നെയാണ് ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇനി ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സിസ്റ്റർ അഡ്വക്കേറ്റ് രമ്യ തോമസ്. സിസ്റ്റർ CBSE ഓഫീസിൽ പുതിയതായി രൂപം കൊടുത്ത FCRA റിസർച്ച് ആൻഡ് ഡേറ്റ വിങ്ങിന്റെ സെക്രട്ടറിയാണ്. സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റൊപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് മനു ജെ വാരപ്പള്ളി. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം അഡ്വക്കേറ്റ് സിസ്റ്റർ രമ്യ തോമസ്, തീർച്ചയായിട്ടും CBSE അഭിനന്ദിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താൽക്കാലികമായി അല്പമെങ്കിലും ആശ്വസിക്കാവുന്ന ഒരു നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ FCRA ഭേദഗതി ബില്ലുമായി വന്നിരിക്കുന്നു. താൽക്കാലികമാണ്, അല്പമാണ്. ഈ ഒരു വിഷയം ഇപ്പോൾ JPCക്ക് വിട്ടിരിക്കുന്നു കേന്ദ്ര സർക്കാർ. അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു നടപടി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് CBSE എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള സമ്മർദ്ദമാണ് ഭരണകൂടത്തിന്മേൽ ചെലുത്തിയത്? അതുമായി ബന്ധപ്പെട്ട് CBSE നടത്തിയ പ്രവർത്തനങ്ങളെ പറ്റി അങ്ങ് ആദ്യമേ തന്നെ ഒന്ന് വിവരിക്കാമോ? നമസ്കാരം. ഈ ചർച്ചയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ CBSE ഈ ഒരു ബില്ല് എതിർക്കുകയും ഇത് JPCക്ക് വിടാനായിട്ടും ശ്രമിച്ചതിനെ പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. FCRA അമെൻഡ്മെന്റ് ബിൽ 2026 വിവിധ സെക്ഷനുകൾ ക്രൈസ്തവ സഭയെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും ആരോഗ്യ, വിദ്യാഭ്യാസ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ആശങ്കകൾ ഞങ്ങൾ കൃത്യമായി ഉന്നയിച്ചുകൊണ്ടിരുന്നു. ഈ ആശങ്കകൾ ഉന്നയിച്ചപ്പോഴും ഞങ്ങൾ ഒരു FCRA ഹെൽപ്പ് ഡെസ്ക് തന്നെ CBSEയിൽ രൂപീകരിച്ചു. ഈ ഹെൽപ്പ് ഡെസ്കിൽ നിയമവിദഗ്ധരും ചാർട്ടേഡ് അക്കൗണ്ടന്റുകളും FCRA വിഷയത്തിൽ പരിചയസമ്പന്നരായ മറ്റ് വിദഗ്ധരെയും ഉൾപ്പെടുത്തി. ഈ ബില്ലിലെ ഓരോ സെക്ഷനുകളും കൃത്യമായി പഠിക്കുവാനും ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം ആശങ്കകളാണ് ഞങ്ങൾക്കുള്ളതെന്നും അതിനുള്ള നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ ആഭ്യന്തര മന്ത്രിയെയും മറ്റ് പാർലമെന്ററി അംഗങ്ങളെയും കാണുകയും ഞങ്ങളുടെ മെമ്മോറാണ്ടം സമർപ്പിക്കുകയും ചെയ്തു. നമ്മൾ ഈ ബില്ല് പഴയ ബില്ലുമായി താരതമ്യപ്പെടുത്തുകയും ഇതിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ കൃത്യമായി സെക്ഷൻ ബൈ സെക്ഷൻ എല്ലാ സെക്ഷനുകളും പഠിച്ച് അതിന്റെ ഒരു കംപ്ലീറ്റ് രൂപം ഒരു മെമ്മോറാണ്ടമായി ആഭ്യന്തരമന്ത്രിക്കും മറ്റ് പാർലമെന്റേറിയൻ അംഗങ്ങൾക്കും സമർപ്പിച്ചു. While we still uphold that this bill should be completely withdrawn, we welcome the decision to send it to joint parliamentary committee. ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടതിൽ CBSE ഒത്തിരി
CBCIയുടെ നിരന്തരമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. CBCIയുടെ ഒപ്പം തന്നെ മറ്റു സഭാ സംഘടനകളും സിവിൽ സൊസൈറ്റികളും കാര്യമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും അതതായ സമയത്ത് ഞങ്ങളുടെ സഭാംഗങ്ങളെയും അതുപോലെ തന്നെ മറ്റ് സിവിൽ സൊസൈറ്റി അംഗങ്ങളെ അറിയിക്കുകയും നമ്മൾ ഓരോരുത്തരുടെയും FCRA ഓർഡറുകൾ കറക്റ്റായിട്ട് പഠിക്കുകയും ഇത് നഷ്ടപ്പെട്ട അവരുടെ ഓർഡറുകൾ കറക്റ്റായിട്ട് പഠിക്കുകയും അതിന്റെ ബേസിലാണ് നമ്മൾ മെമ്മോറാണ്ടങ്ങൾ ഉണ്ടാക്കുകയും അത് നമ്മൾ കറക്റ്റായിട്ട് പാർലമെന്ററി അംഗങ്ങളെയും നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയെയും ബാക്കി ഉള്ള നിയമവിദഗ്ധരെയും അറിയിക്കുകയും അത് കംപ്ലീറ്റ് ആയിട്ട് വിത്ഡ്രോ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അത് വിത്ഡ്രോ ചെയ്യാത്ത പക്ഷം അത് അറ്റ്ലീസ്റ്റ് JPCക്ക് വിടണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ അതിന്റെ ഫലമായിട്ടാണ് ഇന്നിത് JPCക്ക് വിട്ടിരിക്കുന്നത്. അവരിൽ നിന്ന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്നും ഇത് നന്നായി പഠിച്ച് അതിന് വേണ്ട തീരുമാനങ്ങൾ നമ്മുടെ സഭയ്ക്ക് എന്നുള്ളതിനേക്കാൾ ഉപരി ജനങ്ങൾക്ക് നന്മ വരുന്ന തീരുമാനങ്ങൾ എടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടി സിസ്റ്റർ, നമുക്കറിയാം JPCക്ക് ഇപ്പോൾ അത് വിട്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആശ്വസിക്കാവുന്ന ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന, നമുക്കറിയാം അടുത്തൊരു വിന്റർ സെഷൻ വരെയാണ്, അടുത്ത വിന്റർ സെഷനിലെ ആദ്യത്തെ ആഴ്ച തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലയളവ് ഈ ഭേദഗതിയിലെ അപകടകരമായിട്ടുള്ള ക്രൈസ്തവ സഭകൾ ആശങ്കയോടെ നോക്കിക്കാണുന്ന അപകടകരമായിട്ടുള്ള പ്രൊവിഷനുകൾ അത് നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ അത് ലഘൂകരിക്കുകയോ ചെയ്യുന്നത് സംബന്ധിച്ച് എത്രത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പുകൾ ഈ ഗ്യാപ്പിൽ, അതായത് ഈ വരുന്ന 3-4 മാസത്തിനുള്ളിൽ പ്രത്യേകിച്ച് JPC ഫോം ചെയ്യുന്നു, അവരെ കൺവിൻസ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് എത്രത്തോളം പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്? അതായത് JPC ഫോർമേഷൻ എത്രത്തോളം ഒരു പോസിറ്റീവ് വശമാണ് ഈ നിയമത്തിന്റെ അപാകതകൾ നമുക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട്? നമ്മളിപ്പോഴും ആഭ്യന്തരമന്ത്രിയായും മറ്റ് പാർലമെന്ററി അംഗങ്ങളുമായിട്ടും സംസാരിക്കുവാനും ഈ JPCയിൽ നമുക്ക് പറ്റാവുന്ന രീതികളിലെല്ലാം തന്നെ നമ്മൾ ഇടപെടാനും ശ്രമിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് പഠിച്ച് അതിന്റെ ഒരു മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. അതിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് വേണ്ടതെന്നും എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മൾക്ക് ആശങ്കകൾ ഉളവാക്കുന്നതെന്നുമുള്ള വളരെ വ്യക്തമായ ഒരു മെമ്മോറാണ്ടമാണ് നമ്മൾ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പം അത് കാര്യമായി പരിഗണിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ എന്ത് ഫർദർ ആയിട്ടുള്ള എന്ത് ആവശ്യങ്ങളിലും ഇടപെടാൻ ഞങ്ങൾ തയ്യാറുമാണ്. വളരെ വ്യക്തമാണ്. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ താൽക്കാലികം അല്പം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്ന ഈ ഒരു നടപടി JPC ഫോർമേഷനുമായി ബന്ധപ്പെട്ട്. അഡ്വക്കേറ്റ് ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റി, നമുക്കറിയാം ഈ ഒരു വിഷയത്തിൽ FCRA ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് 2026 ഈ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭകൾ പലപ്പോഴും ആശങ്കകൾ ഉന്നയിക്കുമ്പോൾ, സഭാ നേതൃത്വം ആശങ്കകൾ ഉന്നയിക്കുമ്പോൾ എതിർപക്ഷം ഉന്നയിക്കുന്ന ചില വിമർശനങ്ങൾ ഉണ്ട്. അതായത് ഉപ്പ് തിന്നുന്നവരാണ് വെള്ളം കുടിക്കേണ്ടത്, അല്ലെങ്കിൽ മടിയിൽ കനമുള്ളവർക്കെ ഭയക്കേണ്ടതുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള ആശങ്കകളെ അപഹസിക്കുന്ന അല്ലെങ്കിൽ പരിഹാസ്യത്തോടെ നോക്കിക്കാണുന്ന ചില സ്ഥിതിവിശേഷങ്ങളുണ്ട്. അത്തരം സമീപനങ്ങളെ നിലവിലെ ഈ FCRA ഭേദഗതി ബില്ലിലെ ഈ പ്രൊവിൻഷൻസ് അല്ലെങ്കിൽ അതിലെ നിബന്ധനകൾ അല്ലെങ്കിൽ അതിൽ സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ, അതിന്റെ ആംഗിളിലൂടെ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പരിഹാസ്യപരമായിട്ടുള്ള പരാമർശങ്ങളെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? അതിനുള്ള മറുപടി. അതായത് FCRA എന്ന് പറയുന്ന സാമ്പത്തിക സ്രോതസ് പലരുടെയും ധാരണ കത്തോലിക്കർക്ക് മാത്രമല്ല അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ഏതെങ്കിലും സംവിധാനം, അതായത് വിദേശത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയി മാർപ്പാപ്പാടെ എടുത്തോ മറ്റേതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് മതപരിവർത്തനത്തിന് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ കുറെ കാശ് കൊണ്ട് കൊടുത്ത പരിപാടിയാണ് ഈ FCRA എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അതായത് കത്തോലിക്ക സഭയ്ക്കോ ക്രൈസ്തവ സഭയ്ക്കോ മാത്രം ലഭിക്കുന്ന ഒരു കാര്യമല്ല ഈ FCRA എന്ന് പറയുക. രജിസ്ട്രേഡ് ആയ സംഘടനകൾക്ക്, സെക്ഷൻ 8 കമ്പനികൾക്ക്, മതസ്ഥാപനങ്ങൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, വ്യക്തികൾക്ക് എല്ലാം നിശ്ചിതമായിരിക്കുന്ന അതിൻ്റെതായ നിയമപരമായ കാര്യങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം ലഭിക്കുന്ന ഒരു കാര്യമാണ് FCRA ഈ ബില്ല് എന്ന് പറയുന്നത്, FCRA എമൗണ്ട് എന്ന് പറയുന്നത്. അത് ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന ഒരു കാര്യമല്ല. കൃത്യമായ ഒരു പ്രൊജക്ട് ഉണ്ടാകണം, അതുപോലെ ഒരു പ്രപ്പോസൽ ഉണ്ടാകണം, അതിന്റെ പ്ലാനുകൾ ഉണ്ടാവണം. ഇതെല്ലാം വെച്ച് FCRA അക്കൗണ്ട് ഉള്ള ഒരു സന്നദ്ധ സംഘടന, അതിപ്പം NGOs നമുക്ക് പെട്ടെന്ന് വിളിക്കാം, അതൊരു മതം എന്ന പേരിൽ ഒരു NGO സ്ഥാപനം എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു റിലീജിയസ് അസോസിയേഷൻ എന്ന രീതിയിലോ ബന്ധപ്പെട്ട സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ നിയമപരമായ കാര്യങ്ങളും പൂർത്തിയാക്കി കഴിയുമ്പോൾ ഈ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ തുക ചെലവഴിക്കപ്പെടുക, അല്ലെങ്കിൽ ആ ഫണ്ട് റിലീസ് ആവുക. ഇതൊന്നും ആരും ഒളിച്ചും പാത്തും കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയി
ചാക്കിനകത്ത് കൊണ്ടുവരുന്ന കാര്യമൊന്നുമല്ല FCRA മണി എന്ന് പറയുന്നത്. കൃത്യമായ നിയമവിധേയമായി കൃത്യമായ രീതിയിലുള്ള പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ പരിശോധനകൾക്ക് വിധേയമായിട്ട് കൊണ്ടുവരുന്ന കാര്യമാണ് ഈ FCRA എമൗണ്ട് എന്ന് പറയുക. ഒരു ദിവസം പെട്ടെന്ന് ഒരാള് ഞാൻ പോയി FCRA വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ച് പോയാൽ കിട്ടുകയുമില്ല. അതിൻ്റെതായ നിയമ നടപടികൾ വളരെ കൃത്യമായ രീതിയിൽ അത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ് അത് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഈ വരുന്ന മുഴുവൻ അക്കൗണ്ടുകളും കൃത്യമായിട്ട് ഓഡിറ്റിന് വിധേയമാക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ ആശങ്ക അതുകൊണ്ട് തന്നെ ആദ്യം ഘട്ടത്തിൽ ഈ പറഞ്ഞു വയ്ക്കാനുള്ളത്, ഇതൊരു ക്രിസ്ത്യൻ വിഷയമല്ല, ഈ പൊതുസമൂഹത്തെ മൊത്തം ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി രണ്ടാമതാണ് കൂടി ചേർത്ത് പറയാനായിട്ടുള്ളത്, ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ ഈ രാജ്യം വൈവിധ്യം നിറഞ്ഞ മനോഹരമായ ഈ രാജ്യം നിർമ്മിക്കുന്നതിൽ FCRA ഫണ്ടിന് വലിയ സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. ഈ 2018 പ്രളയകാലത്ത് മുഴുവൻ സമയവും പ്രളയബാധിതരോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും FCRA സംവിധാനങ്ങളുള്ള രൂപതകളുടെ NGOസിന്റെ കോൺഗ്രിഗേഷന്റെ ഒക്കെ ഒരുപാട് സഹായങ്ങൾ നമുക്ക് അപ്പോൾ ലഭിക്കാനായിട്ട് ഇടയായിട്ടുമുണ്ട്. അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്നത് കാണാനായിട്ട് ഇവിടെ മാത്രമല്ല ഒരുപാട് ഇടങ്ങളിൽ ഞാൻ കണ്ടിട്ടുമുണ്ട്. ഇനി നമ്മുടെ ആശങ്കകൾ എന്താണ്? അതായത് FCRA വഴി കൊണ്ടുവരുന്ന പണം ഉപയോഗിച്ച് പണിയപ്പെടുന്ന സ്ഥാപനങ്ങൾ ഈ ബില്ലിലൂടെ സർക്കാർ നാളെ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. അല്ല, ഏതെങ്കിലും ഒരു കാരണത്തിന്റെ പേരിൽ FCRA ലൈസൻസ് കട്ടായിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപന അധികാരി ആയിരിക്കുന്ന ആ സംവിധാനത്തിന്റെ ഇത് ക്യാൻസൽ ആകും. അതുവഴി സർക്കാരിലേക്ക് ഇത് പോകും. നമുക്കറിയാം, ഈ മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു ആയുധമായി ഉപയോഗിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായതാണ്. അപ്പോ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് മതേതര രാജ്യത്ത് സ്വന്തം മതത്തെക്കുറിച്ച് പറയാനുള്ള അവകാശമുണ്ട്, അത് നിഷേധിക്കപ്പെടുന്നില്ല. പക്ഷെ ആരെയും നിർബന്ധിച്ച് മതം മാറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റായ കാര്യം തന്നെയാണ്. പക്ഷേ ഈ മതപരിവർത്തനം എന്ന പേരിൽ ക്രൈസ്തവ സഭ വേട്ടയാടപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന ഒരു കാര്യം ഇതാണ്. ഒരുപാട് നന്മ, അതായത് ഒരുപക്ഷെ സമാനതകളില്ലാത്ത ഒരുപാട് നന്മയുടെ കാര്യങ്ങൾ ഈ സഭ ചെയ്തിട്ടുണ്ട്, മുൻകാലത്ത് ചെയ്തിട്ടുണ്ട്. ഇനി മതപരിവർത്തനത്തിന്റെ പേരിലോ മറ്റേതെങ്കിലും ഒരു ജനകീയ പ്രക്ഷോഭങ്ങളുടെ പേരിലോ മറ്റു പല കാരണങ്ങളുടെ പേരിൽ ഒരു സ്ഥാപന അധികാരിയായിരിക്കുന്ന സ്ഥാപനത്തിന് ഈ FCRA ലൈസൻസ് കട്ടായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ NGOസിനെ ഏറ്റെടുക്കാനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിരിക്കുന്ന സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാനും ഒക്കെ ഉള്ള വലിയ ആശങ്ക നമ്മളുടെ ഈ ബില്ല് നമുക്ക് മുമ്പിലേക്ക് വെക്കുന്നുണ്ട്. കാര്യം നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള കോടതി പോകാമല്ലോ അല്ലെങ്കിൽ എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ നിയമനിർമ്മാണ വ്യവസ്ഥയിൽ ഒരു കാര്യത്തിൽ അപകടത്തിൽ പോയി ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഇതിന് പരിഹാരം ഉണ്ടാകുന്നത് നമുക്കറിയാം. നഷ്ടമൊക്കെ അതിന് മുമ്പ് തന്നെ സംഭവിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ നേരത്തെ പണവും വ്യക്തിഗതമായ സംഭാവനകൾ പോലും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ബില്ലിലേക്ക് വരുമ്പോൾ വളരെ ആശങ്കയോടുകൂടി തന്നെ നമുക്ക് വേണം അതിനെ കാണാനായിട്ടുള്ളത്. അതുപോലെ വിദേശത്ത് ലഭിക്കുന്ന മറ്റ് ഗ്രാന്റുകൾ മറ്റു കാര്യങ്ങളും ഒക്കെ തടയപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ചെലവുകളിലെ നിയന്ത്രണങ്ങൾ വലിയ രീതിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മിഷണറി സാമൂഹിക പ്രവർത്തനങ്ങളിലെ ഇടപെടലുകളിൽ വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒരു വശത്തുണ്ടാകുന്നു, സാമൂഹിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. അതുപോലെ തന്നെ മറ്റൊരു ആശങ്കയാണ്, നമ്മളുടെയൊക്കെ ഈ കോൺഗ്രിഗേഷനിലെ നമ്മുടെ സിസ്റ്റേഴ്സ് വിദേശത്ത് ജോലി ചെയ്ത് അവർക്ക് കിട്ടുന്ന സാലറി ആ കോൺഗ്രിഗേഷന്റെ ട്രീറ്റ്മെന്റിനും അവരുടെ ചെലവിനുമൊക്കെയായി അവരുടെ പ്രൊഫഷണൽ ഹൗസിലേക്കും അല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അതിനൊക്കെ നിയന്ത്രണമൊക്കെ കൊണ്ടുവരിക, അതൊക്കെ മാനുഷികമായ പരിഗണനയ്ക്കൊക്കെ അപ്പുറത്തേക്കാണ്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്രൈസ്തവ സഭയെ എത്രമാത്രം ബാധിക്കുന്നു എന്നൊരു ചോദ്യത്തിനോട് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. പലരും പറയാറുണ്ട്, പിന്നെ കോഴി കെട്ടവന്റെ തലയിലെ പപ്പിരിപ്പൊള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇതാണ്, ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ക്രൈസ്തവ സഭകളാണെന്നേ. അതായത് ഏത് രീതിയിലാണെങ്കിലും, അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചാരിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്നത് ക്രൈസ്തവ സഭകളാണ്. ഏറ്റവും കൂടുതൽ കാരുണ്യ പ്രവർത്തികളുടെ സ്ഥാപനങ്ങളുള്ളത് ക്രൈസ്തവ സഭകൾക്കാണ്. ഏറ്റവും കൂടുതൽ എന്താ പറയാ സ്വയം മറന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നതും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു നയാ പൈസ പോലും പ്രതീക്ഷിക്കാതെ ഇറങ്ങി പോയി വർക്ക് ചെയ്യുന്നതും ക്രൈസ്തവ സഭകളാണത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശങ്കയായിട്ട് തന്നെ കാണുന്നു. NGOസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരുപാട് NGOs ഉണ്ട്. പ്രവർത്തിക്കുന്ന NGOസിനെ എണ്ണം എടുത്ത് പരിശോധിച്ച് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഈ ചില ട്രെയിനിങ്ങുകളുടെ ഭാഗമായിട്ട് ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന NGOസിന്റെ എണ്ണം മൊത്തം ഒന്ന് പരിശോധിക്കുകയായിരുന്നു. ഈ രജിസ്റ്റർ ചെയ്യപ്പെട്ട NGOs ഒത്തിരിയുണ്ട്. ആക്റ്റീവായിരിക്കുന്ന പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന കാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന NGOസിന്റെ അധികവും എല്ലാം ഞാൻ പറയുന്നില്ല, ഒരു 70% ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെയോ ക്രിസ്ത്യൻ മാനേജ്മെന്റുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ളതിന്റെയാണ്.
അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ ക്രൈസ്തവ സമൂഹത്തിന് ആശങ്കകളുണ്ട്. തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രൈസ്തവ സമൂഹം അതിന്റെ നന്മകള് വേറെ ഒരിടത്തേക്കും അല്ല കൊണ്ടുപോയിരിക്കുന്നു. ഒരു പള്ളി പണിയാനും അല്ല, മറിച്ച് ഈ നാട്ടിലുള്ള ഈ ആരുമില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി കാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോകുക. നമ്മുടെ ആശങ്ക എന്ന് പറയുക, ഈ മതപരിവർത്തനം എന്ന് പറയുന്ന സംഭവം ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലുള്ള ഈ ജീവകാരുണ്യ പ്രവർത്തകരെ വേട്ടയാടാനും അതുവഴി സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ? ഒന്നാമത്തെ ആശങ്കയാണ്. രണ്ടാമത്തെ ആശങ്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഉൾപ്പെടെ പല ജനകീയ സമരങ്ങളിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുൻനിരയിൽ നിന്ന് സമരങ്ങൾ നയിച്ചിട്ടുണ്ട്. അഭിവൃദ്ധി പിതാക്കന്മാർ നയിച്ചിട്ടുണ്ട്, വൈദികരുണ്ട്, ഇത്തരം സഭകളുടെയൊക്കെ നേതാക്കന്മാരായിരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ജനകീയ വിഷയം ഉണ്ടാകുമ്പോൾ സർക്കാർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറയാൻ ഒരു NGO ഡയറക്ടർക്ക് കഴിയണമെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അത് നിലപാടുകൾ അദ്ദേഹത്തിന് പറയേണ്ടതായിട്ടുണ്ട്. പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിന്റെ ആശങ്കകൾ പറയേണ്ടതുപോലെ വിളിച്ചു പറയാൻ ഉത്തരവാദിത്വമുണ്ട്. ഒരു കേസൊക്കെ വരും. ആ കേസിന്റെ പേരിൽ ഇവരെ രാജ്യദ്രോഹിയായി ചിത്രീകരിച്ച് ആ NGOയ്ക്ക് കിട്ടുന്ന സാധ്യതകളൊക്കെ ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം നിയമങ്ങളൊക്കെ വേണമെന്നൊന്നും പറയില്ല. ഇവർക്ക് ചെയ്യാം. ഇനി ഏതെങ്കിലും ട്രസ്റ്റുകൾ പൈസ തട്ടുന്നുണ്ടോ നിയന്ത്രിക്കാം. അതായത് സെക്ഷൻ 8 കമ്പനികൾ 2013 ഇതേ BJP സർക്കാർ കൊണ്ടുവന്നതാണ് സെക്ഷൻ 8 കമ്പനി എന്ന് പറയുന്ന, നമ്മൾ NGOs നമ്മൾ പറയുമല്ലോ. അപ്പൊ ആ സെക്ഷൻ 8 കമ്പനികൾ വഴി മാത്രമാണ് ഈ ഫണ്ടുകൾ കൊടുക്കുന്നുള്ള നിയമം പാലിക്കൊണ്ട് കുഴപ്പമില്ല. കാരണം അവിടെ ആകുമ്പോൾ കൃത്യമായ DIN ഉണ്ട്, അതുപോലെ തന്നെ മറ്റു സാധ്യതകളെല്ലാം ഉണ്ട്. കേന്ദ്ര മന്ത്രാലയത്തിന്റെ കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിലുള്ള സാധ്യതകളാണ്. അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളെല്ലാം ഉണ്ട്. പക്ഷേ ഇങ്ങനെ വലിയ ആശങ്കകൾ ചുമ്മാ പ്രചരിപ്പിച്ചുകൊണ്ടിട്ട് ഈ മതപരിവർത്തനം തടയാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു സാധ്യത ഇല്ലായ്മ ചെയ്യപ്പെട്ടു കൊടുക്കുന്നത് ഒരു സമൂഹത്തോട് ചെയ്യുന്നതല്ല, ഒരു രാജ്യത്തോട് ചെയ്യുന്ന ഒരു വലിയ ക്രൂരതയാണ്. അതുപോലെ തന്നെ ഈ നാട്ടിലെ ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര കാലം പ്രവർത്തിച്ച NGOസിനോട് ചെയ്യുന്ന ക്രൂരതയാണ്. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയേണ്ടത് ക്രൈസ്തവ വിഷയം മാത്രമല്ല കേട്ടോ, ഇത് പൊതുസമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ്. പലപ്പോഴും ഇതൊരു ക്രിസ്ത്യാനികളെ മാത്രം ബാധിക്കുന്ന വിഷയമായിട്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാറുണ്ട്. നമ്മളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, ക്രിസ്ത്യാനികളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, അത് എല്ലാ തരത്തിലുള്ള NGOസിനെ ബാധിക്കുന്നുണ്ട്. ആസ് എ കോർപ്പറേറ്റ് ലോയർ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് ആളുകൾ ഈ ക്രിസ്ത്യൻ അല്ലാത്ത NGOസിന്റെ ഭാഗത്തു നിന്ന് പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആളുകളുടെ കോളുകളൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ വരാറുണ്ട്. കാരണം പ്രവർത്തിക്കുന്ന എല്ലാ NGOസിനെ ബാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സമൂഹത്തെയും ബാധിക്കുന്നതാണ്. സമൂഹ നന്മയ്ക്ക് വേണ്ടി നിലപാടുകൾ എടുക്കാൻ കഴിയുന്ന, പ്രവർത്തിക്കാൻ കഴിയുന്ന എല്ലാ NGOസിനെയും ഇത് ബാധിക്കുന്ന ഒരു പൊതുവിഷയമാണ് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാം. തീർച്ചയായും വളരെ വ്യക്തമാണ്. അച്ഛൻ പറഞ്ഞ വളരെ രണ്ട് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇപ്പോൾ ഒരു FCRA രജിസ്ട്രേഷൻ ഒരു NGOയ്ക്ക് ലഭിക്കുന്നു. ആ NGOയുടെ തലപ്പത്തുള്ള വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ഈ പറയുന്ന പോലെ ഇങ്ങനെ പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ, ഒന്ന് മിണ്ടാനോ മൂളാനോ സാധിക്കുകയില്ല. പലപ്പോഴും ഒന്ന് മിണ്ടിക്കഴിഞ്ഞാൽ അത് ഏതെങ്കിലും തരത്തിൽ രജിസ്ട്രേഷനെ ബാധിക്കുമോ എന്ന കേസ് വരും. അപ്പൊ തന്നെ ഇതിനെ ബാധിക്കും. അപ്പൊ ആ വ്യക്തികളെ അവിടെ നിയന്ത്രിച്ച് അകലെ കെട്ടിട്ട് പട്ടയം കൊണ്ടുനടക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതൊരു കാര്യം അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. കാരണം ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ കേരള കോൺസുലറുമായിട്ട് കൂട്ടിച്ചേർക്കാണ്. കേരളത്തിലുണ്ടായിരിക്കുന്ന ജനകീയ സമരങ്ങളെല്ലാം, അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്ന ജനകീയ സമരങ്ങളെല്ലാം കത്തോലിക്ക സഭയാണ് മുമ്പിൽ നയിച്ചത്. കസ്തൂരിരംഗൻ സമരം ഉൾപ്പെടെ, വന്യജീവി ശല്യം ഉൾപ്പെടെ, രാജപാത സമരം ഉൾപ്പെടെ വലിയ വിഷയങ്ങളെല്ലാം നമ്മുടെ വൈദികരും നമ്മുടെ നേതാക്കന്മാരെല്ലാം മുമ്പിലുണ്ടായിരുന്നു. അവരൊക്കെ ഒരു പക്ഷേ NGOസിന്റെ ഡയറക്ടേഴ്സ് ആയിരിക്കാം. അപ്പോ സർക്കാരിനെ പേടിച്ചിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലോ. അതായത് പൊതുസമൂഹത്തോട് നമുക്ക് ഉത്തരവാദിത്തമില്ലേ? അതിനെയാണ് ഇവിടെ വെല്ലുവിളിക്കുക. അത് അംഗീകരിക്കാൻ കഴിയില്ല. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അഡ്വക്കേറ്റ് മനുവിലേക്ക് വരികയാണ്. നമുക്കറിയാം, ക്രൈസ്തവ സഭകൾ നടത്തുന്ന ആതുരാലയങ്ങൾ, അവിടെ ചികിത്സയ്ക്ക് വരുന്നത് ക്രൈസ്തവർ മാത്രമല്ല, മറ്റ് മതത്തിൽപ്പെട്ടവരുണ്ട്. ക്രൈസ്തവ സഭകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവിടെ വിദ്യാഭ്യാസത്തിനായി വരുന്നത് ക്രൈസ്തവർ മാത്രമല്ല, മറ്റ് മതത്തിൽപ്പെട്ടവരുമുണ്ട്. പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള നിയമങ്ങൾ മൂലം ആ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ അത് ഗുരുതരമായി ബാധിക്കുമ്പോൾ അതിന് ആരൊക്കെയാണ് വില കൊടുക്കേണ്ടി വരുന്നത് എന്നതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. അഡ്വക്കേറ്റ് മനു, നേരത്തെ അച്ഛൻ സൂചിപ്പിച്ച ചില പോയിന്റ് നമുക്കറിയാം. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അത് നീതി നിഷേധത്തിനെതിരെ അത് ശബ്ദമുയർത്തേണ്ടത് ഒരു ധാർമ്മിക ഉത്തരവാദിത്തമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും നമ്മുടെ വൈദികരും അഭിമന്യ പിതാക്കന്മാരും സന്യസ്തരും ഒക്കെ പല സമര മുഖങ്ങളിലും ഇറങ്ങി തിരിച്ച് നീതി നിഷേധത്തിനെതിരെ പോരാടുന്ന ഒരു സാഹചര്യം വരുന്നത്. നമുക്കറിയാം, മുനമ്പം സമരം, വിഴിഞ്ഞം സമരം, നമ്മുടെ ഈ രാജപാതയുമായി ബന്ധപ്പെട്ടുണ്ടായ സമരം, വന്യമൃഗശല്യത്തിനെതിരെ 100 സമരങ്ങൾ നമുക്ക് ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീളും. അപ്പോൾ അതിന്റെ ഏറ്റവും ഒരു ഒടുവിലത്തെ ഉദാഹരണം, നമ്മൾ ഈ ചർച്ചയിൽ പങ്കുവെക്കുന്ന ആശങ്കകളുടെ അതിനെ സാധൂകരിക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെ നടന്നത്. നമുക്കറിയാം, ഹൈക്കോടതി
കേരളത്തിലെ 2 സംഘടനകൾ, അത് ക്രൈസ്തവ സംഘടനകളുടെ FCRA പുതുക്കുന്ന കാര്യം അത് കേന്ദ്ര സർക്കാർ അത് നിഷേധിച്ചപ്പോൾ ആ നടപടി റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിടുകയുണ്ടായി. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ രജിസ്ട്രേഷൻ പുതുക്കുന്നത് നിഷേധിക്കാൻ കേന്ദ്ര സർക്കാർ പറഞ്ഞ ഒരു കാര്യം ഇത്തരം ഈ സംഘടനകളെ വിഴിഞ്ഞം സമരത്തിൽ അത് ഫണ്ട് നൽകി എന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നു. ആരോപണമാണ്, കൃത്യമായിട്ടുള്ള തെളിവ് ഈ പറയുന്ന സംഘടനകൾക്ക് കൈമാറാനോ അല്ലെങ്കിൽ അത് കൃത്യമായ ഒരു തെളിവുണ്ട് എന്ന് സ്ഥാപിക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ പോയിന്റുകൾ, നമ്മുടെ ആശങ്കകൾ എത്രത്തോളം അത് പ്രാധാന്യം അർഹിക്കുന്നു, എത്രത്തോളം അത് യാഥാർത്ഥ്യമാണ് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം തന്നെയല്ലേ ഇന്നലത്തെ ഹൈക്കോടതി വിധി, അഡ്വക്കേറ്റ് മനു? തീർച്ചയായും ആ വിധിയെപ്പറ്റി പത്രവാർത്തയും അല്ലാതെ മനസ്സിലാക്കി കഴിയുമ്പോൾ അറിയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ 2 സംഘടനകൾക്കും കഴിഞ്ഞ 1.5-2 കൊല്ലമായിട്ട് അവരുടെ FCRA രജിസ്ട്രേഷൻ പുതുക്കാതിരിക്കുകയായിരുന്നു. ന്യായമായും നിയമപരമായ ഒരു വ്യവസ്ഥയിൽ ഒരു ലൈസൻസ് റദ്ദാക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുക, വാട്ട് ഈസ് ദ റീസൺ, എന്താണ് ഇത് തടഞ്ഞു വെക്കുന്നതിന് കാരണം എന്ന് ഇത് ആവശ്യപ്പെട്ടവരോട് ചോദിക്കുക എന്നുള്ളതാണ്, പറയുക എന്നുള്ളതാണ്. പക്ഷെ ഈ കേസിൽ ഈ 2 സംഘടനകൾക്കും FCRA ലൈസൻസ് പുതുക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്ത് എന്ന് പറഞ്ഞില്ല. അത് തന്നെ മനസ്സിലാകുന്നത് ഒരു കാരണവുമില്ലാതെ FCRA ലൈസൻസ് പുതുക്കാതിരിക്കുവാനായിട്ട് നിലവിലെ നിയമത്തിൽ പോലും പഴുതുകൾ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ യാതൊരു കാരണവും പറയാതെ ഇത് പുതുക്കാതിരുന്നു കഴിഞ്ഞപ്പോഴായിരുന്നു ഈ 2 സംഘടനകളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ അപേക്ഷയുമായിട്ട് ചെല്ലുക. ആ അപേക്ഷയിൽ FCRA ഗവൺമെന്റ് അതോറിറ്റിയെ എതിർകക്ഷികളായി വെച്ച് കഴിഞ്ഞപ്പോൾ അവർ കൊടുത്ത സത്യവാങ്മൂലത്തിലാണ് പറയുക, ഈ 2 സംഘടനകൾക്ക് FCRA ലൈസൻസ് പുതുക്കി കൊടുക്കാതിരിക്കുവാനുള്ള കാരണമെന്ന് പറയുക, അത് വിഴിഞ്ഞം സമരത്തിൽ ഈ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടവർ പങ്കെടുത്തുവെന്നും നേരിട്ടോ അല്ലാതെയോ ഈ സംഘടനകൾ വിഴിഞ്ഞം സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുക. അതായത് മനസ്സിലാക്കേണ്ടത്, ഒരു FCRA ലൈസൻസ് എന്ന കാര്യം പറഞ്ഞില്ല, കോടതിയുമായിട്ട് ഹൈക്കോടതിയെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് പറയുക ഈ കാരണം കൊണ്ടാണ് ഇത് തടഞ്ഞു വെക്കുന്നത്. അത് പ്രത്യക്ഷത്തിന് നീതിനിഷേധമായിട്ടുള്ള ഒരു കാരണമാണ്. മരിക്കുവാനായിട്ട് തൂക്കുകയറിൽ കയറുന്നതിനോട് മുമ്പ് അല്ലെങ്കിൽ ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് പോലും ക്രിമിനൽ നടപടി നിയമപ്രകാരം പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെ കുറ്റവാളിയായിട്ട് കണ്ടെത്തുന്നു, ഈ ശിക്ഷയെപ്പറ്റി, ഇനി വരാൻ പോകുന്ന ശിക്ഷയെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അത് ഒരു കുറ്റവാളിക്ക് പോലും ഇന്ത്യൻ നിയമ സംവിധാനം കൊടുക്കുന്ന ഒരു പരിഗണനയാണ്, അവന്റെ വാക്ക് കേൾക്കുക. പക്ഷെ FCRA ലൈസൻസ് അപേക്ഷ കൊടുക്കുന്നവർക്ക് നിഷേധിക്കപ്പെടുന്ന ഒരു അവസരമുണ്ടെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി നമ്മളെ കാണിക്കുക. അതായത് അവരുടെ അഭിപ്രായം ഇല്ലാതെ തന്നെ അത് നീതി നിഷേധിച്ചുകൊണ്ടിരുന്നു. ഇനി പുതിയ അമെന്റ്മെന്റ് പാസ്സായാലുള്ള അവസ്ഥയും കൂടെ നോക്കണം. ഇതുമായിട്ടാണ് നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്. ഈ പുതിയ അമെന്റ്മെന്റ് പാസ്സായി കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാല് ഇങ്ങനെ ലൈസൻസ് പുതുക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ആ സംഘടനയുടെ സ്വത്തുക്കൾ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം ഡെസിഗ്നേറ്റ് അതോറിറ്റിയിലേക്ക് പോവുകയാണ്. അത് ആ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി അവരുടെ സ്വത്ത് വീണ്ടും വിൽക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഒരു പരിഗണന ഇതിന്റെ അകത്ത് കൊടുത്ത്, ഒരു കൃത്യമായ ഒരു നിർവചനം, സമയപരിധിയോ ഒന്നും കൊടുത്തിട്ടില്ല. എപ്പം വേണമെങ്കിലും നിശ്ചിത പരിധിക്കുള്ളിൽ പുതുക്കിയില്ലെങ്കിൽ, അതായത് ഇവർ പുതുക്കി കൊടുക്കാതിരിക്കുക ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. നിലവിലെ നിയമം തന്നെ ദുരുപയോഗം ചെയ്ത് ലൈസൻസ് മനഃപൂർവ്വം കൊടുക്കാത്ത അവസ്ഥയുണ്ട്. ഇത് മാത്രമല്ല, എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു സംവിധാനത്തിൽ ഞാൻ പറയാം. ഒരു സംവിധാനത്തിന്റെ അധികാരിയായിരുന്ന ഒരാൾ FCRA ലൈസൻസ് ഉള്ള ഒരു സംവിധാനത്തിന്റെ അധികാരിയായിരുന്ന ഒരാള് ഒരു കേസിൽ പ്രതിയായി. ഇതുമായിട്ട് യാതൊരു ബന്ധമോ രാജ്യസുരക്ഷയോ ഒന്നും ബന്ധമില്ലാത്ത ഒരു സംവിധാനമാണ്. അദ്ദേഹം മാറി, 3-4 ആൾക്കാർ മാറി ഭരണസമിതി വന്നു. പക്ഷെ ആ സംവിധാനത്തിന്റെ FCRA ലൈസൻസ് ഇന്നും പുതുക്കി കൊടുത്തിട്ടില്ല. കാരണം പറയുന്നത് പണ്ട് ഇതിന്റെ ഭാരവാഹിയായിരുന്ന ആൾക്ക് ഒരു ക്രിമിനൽ കേസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ യാതൊരു കാരണവുമില്ലാതെ അവർക്കിഷ്ടമുണ്ടെങ്കിൽ, അധികാരികൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ FCRA ലൈസൻസ് പുതുക്കാതിരിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി, കേരള ഹൈക്കോടതി പറഞ്ഞതാണ്, ആർട്ടിക്കിൾ 19 നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് FCRA നിഷേധിക്കുവാനായിട്ടുള്ള കാരണമല്ല. അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള നടപടികളെ ഇവിടെ റദ്ദാക്കുന്നു. ഇനി വേണമെങ്കിൽ നിങ്ങൾ മറ്റു കാരണങ്ങൾ പറയുക, നിയമപരമായിട്ടുള്ള കാരണങ്ങൾ പറയുക എന്നാണ് പറയുക. അപ്പോൾ നമ്മൾക്ക് മുമ്പുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഈ FCRA നിയമത്തെ ആരുടെയൊക്കെയോ വായടപ്പിക്കുവാനായിട്ടുള്ള മാർഗങ്ങളായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്.
ഇത് മറ്റൊരു വർഷം കൂടി ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഏതൊരു നിയമം സമൂഹത്തിലേക്ക് കൊണ്ടുവരുമ്പോഴും പാർലമെന്റിൽ വെക്കുമ്പോഴും എന്താണ് അതിന്റെ ആവശ്യകത എന്ന് പറയാറുണ്ട്. ഇപ്പം നമ്മൾ സമൂഹത്തിൽ നടത്തുന്ന ചർച്ചയ്ക്കകത്ത് കാശിന്റെ കണക്ക് വെളിപ്പെടുത്തുവാനായിട്ട് പേടിയുള്ളതുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നതൊക്കെ വലിയ വ്യാപകമായിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. പക്ഷേ അവരുടെ അമിത്ഷായാണ് ഇതിനു വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഒബ്ജക്ഷൻ റീസൺ പറഞ്ഞുകൊണ്ട് മാർച്ച് 25 മുമ്പിൽ വെക്കുമ്പോഴത്തേക്കിന് അതിൽ ഒപ്പിട്ട് പറഞ്ഞിരിക്കുക. അവർ പറഞ്ഞിരിക്കുന്ന ഒറ്റ കാരണമാണ്, അതായത് 2020 അമെന്റ്മെന്റിന് ശേഷം സെക്ഷൻ 15 വസ്തുക്കൾ പിടിച്ചു, അതായത് റദ്ദ് ചെയ്യപ്പെട്ട ആളുകൾക്ക്, റദ്ദ് ചെയ്യപ്പെട്ട സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിയമപരമായിട്ട് കുറ്റകരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു FCRA ലൈസൻസ് റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സമ്പത്തിനെ പറ്റി സ്പോൺസർഷിപ്പ് ചെയ്യാൻ, അതിനെ ഏറ്റെടുക്കുവാനായിട്ട് പ്രൊവിഷൻ പറയുന്നുണ്ട്. പക്ഷെ അതിന് വ്യക്തമായ മാനദണ്ഡങ്ങളില്ല. അതുകൊണ്ട് ഈ അമെന്റ്മെന്റ് കൊണ്ടുവരുന്നതാണ് പറയുക. സാധാരണഗതിയിൽ നിയമത്തില് ഒരു വകുപ്പ് എഴുതി ചേർത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് മറ്റു കാരണങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ആക്ട് അമെന്റ് ചെയ്യുകയല്ല വേണ്ടത്, ഇതിൽ ചട്ടങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ആ ചട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ആക്ട് സെക്ഷനിലായിട്ട് മാത്രമായിട്ട് ചുരുങ്ങണം. പക്ഷെ ഈ കൊണ്ടുവന്നിരിക്കുന്ന അമെന്റ്മെന്റുകൾ അതല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. അത് ഇതിന്റെ ഭാഗം എന്ന നിലയിൽ ഇൻവൈഡ് ആയിട്ട് തന്നെ മുൻകാല പ്രാബല്യത്തോടുകൂടി തന്നെ ഒരിക്കൽ FCRA നിയമം ഉപയോഗിച്ച് ഫണ്ട് സ്വീകരിച്ച സംഘടനകളുടെ സ്വത്തുക്കളെ വരെ സ്വീകരിക്കുവാനായിട്ട്, ഏറ്റെടുക്കുവാനായിട്ട്, അത് വിൽക്കുവാനായിട്ട്. അതും കൂടെ ഓർക്കണം, ഈ വിൽക്കുവാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് നിലവിലുള്ള നിയമത്തില് ഒരു രജിസ്ട്രേഷൻ പ്രകാരമല്ലാതെ ഉടമയ്ക്കല്ലാതെ വിൽക്കാവുന്ന സർഫേസി ആക്ടാണ്. അതായത് ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാത്തവർക്ക് വന്നു കഴിഞ്ഞാൽ സർഫേസി നിയമപ്രകാരം ബാങ്കിന് അത് ഏറ്റെടുത്ത് അത് മറിച്ച് വിൽക്കുവാനായിട്ടുള്ള അവകാശം നിയമത്തിൽ പറയുന്നുണ്ട്. അതിന് തുല്യമായ ഒരു അവകാശം ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് കൊടുക്കുകയാണ്. ആ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി എന്ന് പറയുന്ന ആരാണ്? അവർ എപ്പോഴും രാഷ്ട്രീയ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഒരു കാര്യത്തിനോട് വ്യക്തത ചോദിക്കുകയാണ്. അതായത് ഇത്തരത്തിലൊരു സ്വത്ത് പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥ, ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി സ്വത്ത് പിടിച്ചെടുക്കുന്നു. അപ്പോൾ അതിനൊരു അപ്പീലിനുള്ളൊരു സാധ്യത നിലവിലെ ഭേദഗതി എത്രത്തോളം അനുശാസിക്കുന്നുണ്ട്? അതിന്റെ ഒരു ഫോർമാലിറ്റീസ് എത്രത്തോളം നമുക്ക് സ്വീകാര്യമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കും? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടോ? ഭേദഗതിക്ക് പറഞ്ഞിട്ടുണ്ട്. ഭേദഗതി പറയുന്ന പ്രകാരം സിവിൽ കോടതികൾക്ക് ഇതിന്റെ അകത്ത് പിന്നെ പറഞ്ഞിരിക്കുന്നത് പിടിച്ചെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് 2 വിധത്തിൽ പിടിച്ചെടുക്കാം. ഒന്ന്, പുതുക്കിയില്ലെങ്കിൽ പിടിച്ചെടുക്കാം, നിരോധിച്ചു കഴിഞ്ഞാൽ, അതായത് FCRA ലൈസൻസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ചെടുക്കാം, സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ 3 വിധത്തിലും പിടിച്ചെടുക്കാം. ഈ 3 വിധത്തിൽ പിടിച്ചെടുക്കുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, FCRA ഫണ്ട് ഉപയോഗിച്ച് ഉണ്ടായ സ്ഥാപനങ്ങളും, എന്നാൽ മറ്റ് ഫണ്ടുകൾ, ഇപ്പൊ നാട്ടിൽ നിന്ന് ഫണ്ടും കൂടെ ഉണ്ട്, മിക്സ് ആയിട്ടാണെങ്കിൽ പോലും ആ സ്ഥാപനങ്ങൾ വരെ പിടിച്ചെടുക്കാം. അതിൽ സ്വദേശമായിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചുള്ള ഭാഗം തെളിയിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ ഒരു പ്രൊവിഷനും തന്നെ ഒരു സിവിൽ നടപടി നിയമപ്രകാരമുള്ള ക്ലാരിറ്റി ഇല്ലെന്നല്ല പറയുന്നത്, അത് ബ്യൂറോക്രസിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. നിയമ സംവിധാനത്തിൽ നിന്ന് മാറി അതിവിടുത്തെ ഭരണ സംവിധാനത്തിലേക്ക് ഇവിടുത്തെ ഇതിന്റെ നടപടിക്രമങ്ങളെ മാറ്റുന്നു, കോടതിയെ തന്നെ മാറ്റി നിർത്തുന്നു. ഭരണഘടനാപരമായിട്ടുള്ള മൗലിക അവകാശ പ്രകാരം ആർട്ടിക്കിൾ 32 226 അനുസരിച്ച് മാത്രം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതികളെയോ സംസ്ഥാന ഹൈക്കോടതികളെയോ അല്ലെങ്കിൽ സുപ്രീം കോടതികളെയോ മാത്രം ചെന്ന് സമീപിക്കാവുന്ന രീതിയിലേക്ക് ഇതിന് മാറ്റുന്നു. ആർക്കൊക്കെ ഇതിന് സാധിക്കും? ഉദ്യോഗസ്ഥ വൃന്ദത്തെ, ബ്യൂറോക്രസിയുടെ, രാഷ്ട്രീയ മേധാവിത്വത്തിന്റെ ഒരു അധിനിവേശത്തിന്റെ ഒരു സംവിധാനം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. തീർച്ചയായിട്ടും. നമ്മൾ 2ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ സിസ്റ്റർ രമ്യ, നമ്മൾ ഇതുവരെ ഈ ഒരു നിയമത്തിന്റെ അപാകതകൾ നമ്മുടെ ഒരു ക്രിസ്ത്യൻ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഒരു കൺസേൺ, അത് ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തെ മാത്രമല്ല ബാധിക്കുന്നതല്ല, മതവിഭാഗത്തെയും ബാധിക്കുന്നുണ്ട്. അച്ഛൻ കൃത്യമായിട്ട് പറഞ്ഞു. അഡ്വക്കേറ്റ് മനു, ഈ നിയമത്തിന്റെ നമ്മളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ചില പ്രൊവിഷൻസ് അത് കൃത്യമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇനി ഡിസംബർ മാസം വരെയുള്ള കുറച്ച് നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനാൽ തന്നെ നമ്മുടെ ഈ ഒരു ആശങ്ക, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളുടെ ഒരു ആശങ്ക, ഈ ബില്ലുമായി ബന്ധപ്പെട്ട് അത് ലഘൂകരിക്കുന്ന ഒരു കാര്യത്തിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാനാണ് CBCA ഈ തുടർന്നുള്ള ദിവസങ്ങളിൽ, ആഴ്ചകളിൽ ലക്ഷ്യമിടുന്നത്? സിസ്റ്റർ രമ്യ. CBCA ഇടുന്നത് വളരെ വ്യക്തമാണ്. CBCA ഈ ബിൽ പരിപൂർണമായും പിൻവലിക്കണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ദരിദ്രരെയും അശരണരുടെയും സേവനത്തിന് തടസ്സമുണ്ടാകുവാൻ പാടില്ല. രാജ്യനിർമ്മാണത്തിന് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ സുതാര്യതയും സ്വതന്ത്രവുമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കപ്പെടണം. ഇതാണ് CBCAയുടെ ആവശ്യം.
ഇതിനുവേണ്ടി CBCI നമ്മളെപ്പോലെ തന്നെ താല്പര്യമുള്ള ബാക്കി NGOs ആയിട്ടും സന്നദ്ധ സംഘടനകളായിട്ടും ഒന്നു ചേർന്ന് പ്രവർത്തിക്കുവാനും JPC കമ്മിറ്റിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുവാനും തയ്യാറാണ്. ഇതിൽ നിയമങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കുവാനായിട്ട് CBCIയുടെ തലത്തിൽ നിന്ന് എല്ലാ തരത്തിലുള്ള സന്നദ്ധതയും ഉണ്ട്. അത് നമ്മൾ JPCക്കാണെങ്കിലും പാർലമെന്ററി അംഗങ്ങൾക്കാണെങ്കിലും ആണെങ്കിലും നൽകിയിരിക്കും. അതോടൊപ്പം തന്നെ ഇതേതെങ്കിലും വിധത്തിൽ നമ്മൾക്കെതിരെ സഭയ്ക്കെതിരെന്നല്ല നമ്മൾ പറയുന്നത്, പക്ഷെ സേവനങ്ങൾക്കെതിരായിട്ടാണെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. ഒപ്പം തന്നെ നമുക്കറിയാം JPC എന്ന് പറയുമ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളിലെ അംഗങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാകുമെന്നത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി ആകാംക്ഷയോടെ വെച്ച് നോക്കുന്നത് അതിന്റെ ഒരു ഫോർമേഷനാണ്, അതിന്റെ ഒരു ഘടനയാണ്, ആരായിരിക്കും അതിന് നേതൃത്വം നൽകുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. അതിനാൽ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി ഈ ഒരു വിഷയത്തിൽ ഒരു ഡയലോഗിന് കൂടി ഒരു സാധ്യത കൂടി ഈ തുടർന്നുള്ള ആഴ്ചകളിൽ ദിവസങ്ങളിൽ സാധ്യതയില്ലേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്? ഉണ്ട്. നമ്മളും ഈ കമ്മിറ്റി ആരാണെന്ന് അറിയുവാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നമുക്കിപ്പോൾ ഒന്നും അറിയത്തില്ല, പക്ഷെ നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഹോപ്പ്ഫുള്ളി വി ഹാവ് എ വെരി ന്യൂട്രൽ കമ്മിറ്റി ദാറ്റ് വിൽ റിയലി സ്റ്റഡി ആൻഡ് ദാറ്റ് വിൽ കം ഔട്ട് വിത്ത് പ്രോപ്പർ മെഷേഴ്സ്. ഓക്കെ, യെസ്, വ്യക്തമാണ്. അഡ്വക്കേറ്റ് ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുട്ടി, നമുക്ക് ഇതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നേരത്തെ ഞാൻ അങ്ങയോട് ഈ ക്രൈസ്തവർ ആശങ്കകൾ ഉന്നയിക്കുമ്പോൾ ചിലർ പറയുന്ന ചില പരാമർശങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. സമാനമായിട്ടുള്ള മറ്റൊരു കാര്യം തന്നെയാണ്, ഓക്കെ, ഗവൺമെന്റ് നിയമം സ്ട്രിക്റ്റ് ആക്കുന്നു, എല്ലാ കാര്യങ്ങളും സുതാര്യമാക്കണം അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം എന്ന പേരിൽ സ്ട്രിക്റ്റ് ആക്കുന്നു. അപ്പോൾ ഗവൺമെന്റ് കുറെ ചട്ടങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്നു. അപ്പോൾ ആ ചട്ടം അനുസരിച്ച് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, എന്തിനാണ് ഇത്ര ടെൻഷൻ എന്ന ഒരു ചോദ്യം കൂടി ചിലർ ഉന്നയിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി രണ്ടാമത്തെ ഒരു കാര്യം കൂടി അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏതെങ്കിലും ഘട്ടത്തിൽ ക്രൈസ്തവ സഭകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ സേവന പ്രവർത്തനങ്ങൾ, ക്രൈസ്തവ സഭകൾ എന്ന് മാത്രം പറയുന്നില്ല, സേവന പ്രവർത്തനങ്ങൾ നിസ്വാർത്ഥമായി ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ സംഘടനകളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന രീതിയിൽ ഈ നിയമം പാസ്സാക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നിലവിലുള്ള ഈ ഭേദഗതിയുടെ ചട്ടങ്ങൾ എടുത്തു നോക്കുമ്പോൾ എത്രത്തോളം അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്? അഡ്വക്കേറ്റ് ഫാദർ റോബിൻ. ഒന്നാമതായിട്ട് ഗവൺമെന്റ് നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതനുസരിച്ചാൽ പോയ ചോദ്യത്തിന്, അതായത് ഒരു ജനാധിപത്യ രാജ്യത്തെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരു സർക്കാരിന് ഏകപക്ഷീയമായി ചില ലക്ഷ്യങ്ങൾ വെച്ച് നടപ്പിലാക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. അത് കൃത്യമായ രീതിയിലുള്ള പഠനങ്ങൾക്ക് ശേഷം, കൃത്യമായ രീതിയിലുള്ള ഗ്രൗണ്ട് റിയാലിറ്റി സ്റ്റഡിക്ക് ശേഷം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ഈ നിയമങ്ങൾ എന്ന് പറയുക. നമുക്കറിയാം, ഒരു NGOസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സാധാരണഗതിയിൽ അതിന്റെ ഫണ്ട് വരുന്നത്, ഒന്ന് ഓൺ ഫണ്ട് ഉണ്ടാവും, രണ്ട് ക്രൗഡ് ഫണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഫണ്ട് ഉണ്ടാവും, മൂന്നാമതായിട്ട് CSR മേഖല പോലെയുള്ള ഫണ്ട് ഉണ്ടാവും, നാലാമതായിട്ട് FCRA പോലെയുള്ള ഫണ്ട് ഉണ്ടാവും, അതല്ലെങ്കിൽ വ്യക്തികളുടേതായ ചില എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് വഴിയായിട്ടുണ്ടാകുന്ന ഫണ്ടുകൾ ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ നിലവിൽ ഒരു NGOസിനെ നിയന്ത്രിക്കാനുള്ള എല്ലാ നിയമങ്ങളും നമ്മുടെ നാട്ടിലുണ്ടെന്ന്. അതായത് കുത്തഴിഞ്ഞ പുസ്തകമല്ല NGOs എന്ന് പറയുന്ന സാധ്യത എന്ന് പറയുന്നത്, കുത്തഴിഞ്ഞ പുസ്തകമല്ല. വളരെ കാര്യക്ഷമമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്ന ആവശ്യത്തിനുള്ള എല്ലാ നിയമങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള NGOs ഇത് ഉദ്ദേശിക്കാത്ത ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ ഈ ഫണ്ട്, അവരെ കണ്ടുപിടിച്ചിട്ട് അവർക്കെതിരെ നടപടികൾ സ്വീകരിച്ച് അവർക്കെതിരെ ശിക്ഷാ നടപടികൾ ഉണ്ടാവുക. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് എല്ലാ മേഖലകളെയും കവർ ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ ഏതെങ്കിലും NGOs ഇപ്പൊ മതപരിവർത്തനത്തിനോ ഈ പറയുന്ന പോലെ നിർബന്ധിത മതപരിവർത്തനത്തിനോ അതുപോലെയുള്ള മറ്റെന്ത് കലാപങ്ങൾക്കോ അല്ലെ രാജ്യവിരുദ്ധ കലാപങ്ങൾക്കോ, പക്ഷെ പൊതുസമൂഹത്തിന് സമരങ്ങളെ കലാപം എന്ന് വിളിക്കരുത്, അല്ലാതെ ഈ ഏതെങ്കിലും തരത്തിലുള്ള വലിയ കലാപങ്ങൾക്കോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എവിഡൻസ് കൊണ്ടുവന്ന് കോടതികൾ ചോദ്യം ചെയ്ത് അത് NGOസിനെതിരെ നടപടികൾ സ്വീകരിക്കാനുള്ള വ്യക്തമാകുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കോടതികളിൽ ചോദ്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള നിയമവ്യവസ്ഥ നമുക്കിപ്പോ ഉണ്ട്. ഇപ്പൊ ഒരു നിയമത്തില് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറവുണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാം. അല്ലാതെ ഈ ആശങ്കകളുടെ പേരിൽ ആ ഒരു സാധ്യത തന്നെ മൊത്തം എന്താ പറയാ വെട്ടിമാറ്റി കളയുന്നത് ഒട്ടും ആശ്വാസകരമായ ഒരു കാര്യമല്ല. ഈ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ദുരുപയോഗം ഉണ്ടാകുമെന്ന് പറഞ്ഞ് പേടിച്ചുകൊണ്ട് അതിന്റെ അന്തസത്യം തന്നെ ഇല്ലാതാക്കി കളയുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തപ്പെടുക. അതൊരു ജനാധിപത്യ രാജ്യത്തിന് ഒരിക്കലും ഭൂഷണമായ കാര്യമല്ല. നമ്മുടെ രാജ്യത്തിന്റെ സമഗ്രമായ വളർച്ചയെ ഇത് ബാധിക്കും. നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിലേക്ക് വരിക. ഈ ഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ NGOs, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ NGOസിനെ എടുത്ത് പറയാം,
ഈ NGOs ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകൾ എത്ര വിശാലമാണെന്ന് ഓർക്കുക. നമ്മളുടെ ഭരണ സംവിധാനങ്ങൾക്കൊന്നും പടർന്നു ചെല്ലാൻ കഴിയാത്ത പല ഇടങ്ങളിലേക്കും നമ്മുടെ NGOs ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന വിമൻ എംപവർമെന്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, പോവർട്ടി ഇറാഡിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഹെൽത്ത് മേഖലയിൽ, ഇന്ത്യൻ കൾച്ചർ പ്രൊമോട്ട് ചെയ്യുന്ന മേഖലയിൽ, ഇങ്ങനെ എല്ലാ മേഖലയിലും നമ്മൾ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമ്മുടെ NGOs കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ആ NGOsന്റെ അതിന്റെ ആ ഒരു നന്മയെ കാണാതെ ചില ആശങ്കകളുടെ പേരിലോ സൃഷ്ടിക്കപ്പെടുന്ന ചില ഭയങ്ങളുടെ പേരിലോ ഒരു നിയമത്തെ പൂർണ്ണമായി വളച്ചൊടിച്ച് അവരുടെ ഹിതമനുസരിച്ച് മാറ്റാൻ കഴിയുന്നത് ഒരു തരത്തിലും അത് അംഗീകരിക്കാനായിട്ട് കഴിയുന്ന കാര്യമല്ല. ഇനി ഇത് സ്വാഭാവികമായിട്ട് നമ്മുടെ NGOsന്റെ ആത്മവിശ്വാസത്തെ ഇത് ബാധിക്കുന്ന കാര്യമുണ്ട്. ഇപ്പൊ ഇന്ന് FCRA ബില്ല് വരും. ഒരു 5 വർഷം കഴിയുമ്പോൾ ഈ CSR ഫണ്ടിനെ കുറിച്ചുള്ള ഒരു ഇത്തരത്തിലുള്ളൊരു സമാനമായ ഒരു അമെന്റ്മെന്റ് ഉണ്ടായിക്കൂടാന്നുള്ളതില്ല. പിന്നെ 2 വർഷം കഴിയുമ്പോൾ ഈ ക്രൗഡ് ഫണ്ടിങ്ങിനായി ബന്ധപ്പെട്ട് ഇതിലൊരു നിയമം ഉണ്ടായിക്കൂടുന്നില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ NGOsന്റെ ചിറകഴിയുന്ന സംവിധാനമായിട്ട് മാറുകയും നമ്മുടെ നാട്ടിലെ ഈ ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ പരിപൂർണമായിട്ട് അവസാനിപ്പിക്കപ്പെടാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടും. അത് പ്രത്യേകം വീണ്ടും പറയുന്നത് ക്രിസ്ത്യാനിയെ അല്ല ബാധിക്കുന്നത് കേട്ടോ. അതായത് ക്രിസ്ത്യാനികളല്ല അത് ബാധിക്കുന്നത്, പൊതുസമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കും. നമ്മുടെ ഗ്രാമങ്ങളെ ബാധിക്കും, സാധാരണക്കാരായ കൃഷിക്കാരെ ബാധിക്കും, സാധാരണക്കാരായ ചോദിക്കാനും പറയാനും ആരില്ലാത്ത മനുഷ്യരെ ബാധിക്കും, അനാഥ പലപ്പോഴും എനിക്കൊന്നും അച്ഛനത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പലപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലർക്കും ഒരു ക്ലാരിറ്റി കിട്ടാത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ സാധാരണക്കാർ ഇത് ബാധിക്കുകയില്ല എന്ന ഒരു ചിന്താഗതി. ഒരു തരത്തിലല്ല സാധാരണക്കാർ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ പിക്ചറിന്റെ ഫ്രണ്ട് എൻഡിൽ വരുന്നത് NGOs ആണെങ്കിലും ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരെയാണെന്നേ. ഉദാഹരണത്തിന് ഇപ്പോ സ്പെഷ്യൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു NGO പ്രവർത്തനം അവസാനിപ്പിച്ചു വിചാരിച്ചോളൂ. ഒരു പഞ്ചായത്തിലെ ഒരു പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു ടൗൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു NGO അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു ഈ FCRA ബില്ലിന്റെ ആശങ്കപ്പെടുത്തിക്കൊണ്ട്. എന്താണെങ്കിലും സംഭവിക്കാൻ പോകുന്നത് പല NGOs എങ്കിലും ഇത് പിന്മാറും. അതിന്റെ നഷ്ടം ആരാ അനുഭവിക്കാൻ വേണ്ടി പോകുന്നത്? ഈ പറയുന്ന NGOsനൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. അവരുടെ പ്രവർത്തന മേഖല അവരുടെ ആർട്ടിക്കിൾ തിരുത്തി വേറെ സംവിധാനമായിട്ട് അവർ മാറ്റും എന്നുള്ളതല്ലാതെ NGOsനും സംഭവിക്കാൻ പോകുന്നില്ല. നഷ്ടമാർഗം സംഭവിക്കാൻ പോകുന്നത് ഈ നാട്ടിൽ ആ പ്രദേശത്തുള്ള ഈ പാവപ്പെട്ട ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കിട്ടേണ്ട ആ കുഞ്ഞുങ്ങൾക്കാണ് ബാധിക്കാൻ വേണ്ടി പോകേണ്ടത്. അല്ലെങ്കിൽ വിധവകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു NGOs അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ആ നഷ്ടം അനുഭവിക്കാൻ പോകുന്ന ആരാണ്? ഈ വിധവകൾ അനുഭവിക്കാൻ പോകുന്നത്, NGOs അല്ല. NGOsനെ സംബന്ധിച്ച് ഇത് ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല, ഒരു തരത്തിൽ. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ NGOsനെ സംബന്ധിച്ച് അടിപൊളിയായിട്ട് പറയട്ടെ, ഈ ഒരു നിയമം കൊണ്ട് നമ്മൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം നമുക്കറിയാമല്ലോ, വിദേശ ഫണ്ട് കൊണ്ടല്ല ഇവിടുത്തെ കോൺഗ്രിഗേഷൻസ് മുമ്പോട്ട് പോകുന്നത്, അല്ലേ? അത് അതിനൊരു സാധ്യത നമുക്കുണ്ട്, അല്ലാത്ത രീതിയിലുണ്ട്. ഇത് ബാധിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരെ മാത്രമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ബാധിക്കാൻ വേണ്ടി പോകുന്നത്. FCRA ബില്ലില് പ്രശ്നം ഉണ്ടായി, പല NGOs പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. നെക്സ്റ്റ് ലെവൽ വരാൻ പോകുന്നത് CSR ഫണ്ടാണ്. അപ്പൊ CSR ഫണ്ട് FCRA വാങ്ങാൻ വേണ്ടി പഠിക്കുന്നത് പോലെ തന്നെ CSR ഫണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പഠിക്കും. അവസാനം വന്നു കഴിയുമ്പോൾ NGOs എന്ന് പറയുന്ന ഒരു ബോണ്ടും ഒരു കെട്ടിടവും കുറച്ച് റിപ്പോർട്ടും മാത്രമാവും. അതിന്റെ ഫലമാണ് അനുഭവിക്കാൻ വേണ്ടി പോകുന്നത്. അത് ശരിക്കും പറഞ്ഞ് നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരെയാണ് ഇത് ബാധിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ കേരളത്തിൽ വെച്ചല്ല പറയും, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ പ്രവർത്തിക്കുന്ന ഒരുപാട് നല്ല NGOs ഉണ്ട്. ഇപ്പൊ NGOsന്റെ ലിസ്റ്റ് നോക്കിയാൽ അതിനകത്ത് ക്രിസ്ത്യൻ NGOs ഉണ്ട്, ഇതര മതങ്ങളുടേതുണ്ട്, സെക്യുലർ ആയിരിക്കുന്ന NGOs ഉണ്ട്. എല്ലാവരെയും ഇത് ബാധിക്കുന്ന വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇത് സാധാരണക്കാരെയാണ്. NGOsന്റെ ഫേസ് മുമ്പിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായിട്ട് ചോദിച്ച ചോദ്യം എന്താണ്, കോടതികളിൽ പോയി ഇതെങ്ങനെ നിലനിൽക്കും എന്നുള്ളത്. ഈ വിഷയത്തെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് എനിക്ക് ആവില്ല. എങ്കിൽ പോലും എന്റെ ഒരു പഠനത്തിൽ എനിക്ക് പറയാൻ പോകുന്നത്, സർക്കാർ പോളിസികളിൽ സാധാരണ കോടതികൾ ഇടപെടാറില്ല. ഏതെങ്കിലും വിഷയങ്ങളിൽ ക്ലാരിറ്റികൾ കൊടുക്കാനോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കാനോ കഴിയുന്നില്ലാതെ സർക്കാരിന്റെ ഒരു പോളിസി അത് വന്നു കഴിഞ്ഞാൽ കോടതിക്ക് ആ പോളിസിയിൽ ഇടപെടാനായിട്ട് ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയിൽ പോയി പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കത്തില്ല. തന്നെയല്ല, കോടതി കയറി നടക്കാൻ വേണ്ടിയിട്ടൊന്നും നമ്മുടെ NGOs തയ്യാറാവില്ല. ഇതിന്റെ പ്രായോഗിക വശം കൂടി ഉണ്ടല്ലോ, നിയമവശം മാത്രമല്ല. അതായത് ഈ FCRA എമൗണ്ട് വാങ്ങുന്നത് വഴി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ NGOs എടുക്കാൻ പോകുന്ന നിലപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നാലും FCRA വാങ്ങണ്ടെന്നാണ് തീരുമാനിക്കും. അത്രേ ഉള്ളൂ. അതിൽ സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് ആ പ്രവർത്തന മേഖല അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാം, നമുക്ക് വാങ്ങണ്ട. സറണ്ടർ ചെയ്താലും പ്രശ്നമാണ്. ഇതിപ്പോ വേണ്ടാന്ന് വെച്ചാൽ കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ പ്രശ്നമുണ്ട്. അതാണ് വിഷയം. അത് പ്രശ്നമായിട്ട് മാറുന്നു. അപ്പൊ പൊതുസമൂഹത്തെ ഇത് ഭയങ്കര ബാധിക്കുന്ന പ്രശ്നമായിട്ട് ഇത് മാറുന്നു. സംഭവിക്കാൻ വേണ്ടി പോകുന്നത് നാട്ടിലെ പാവപ്പെട്ടവരെ പോകും, അല്ലാണ്ട് ആർക്കും ഇത് പോകില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് എത്തപ്പെടുക. അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക, ഈ പൊതുസമൂഹം, അതായത് ഇനി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇനിയും ഒരുപാട് ഡെവലപ്പ് ആകാനുണ്ട്. നമ്മൾ ഈ പുറമെ കാണുന്നതൊന്നുമല്ല, നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് വരിക, ഒരുപാട് ഡെവലപ്പ് ആകാനുണ്ട്. അവിടെ
സർക്കാർ മിഷണറിയേക്കാൾ കൂടുതൽ എപ്പോഴും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നത് NGOs തന്നെയാണ്. 100% ഉറപ്പായ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടി നമ്മൾക്ക് പ്രവർത്തിക്കാനായിട്ട് NGOs പ്രൊമോട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന്റെ നന്മകളെ നമുക്ക് എടുത്തുയർത്താനായിട്ട് കഴിയുള്ളൂ. ആ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ വളരെ ആശങ്കയോടുകൂടി പറയാനുള്ളത്. NGOs പ്രവർത്തിക്കാൻ അനുവദിക്കുക. NGOs എന്ന് പറയുന്നത് ഒരിക്കലും അവര് രാജ്യദ്രോഹികളോ പ്രശ്നക്കാരോ ഒന്നുമല്ല. നമ്മുടെ സമൂഹത്തെ ഇന്ന് കാണുന്ന രീതിയിൽ പടുത്തുയർത്തിയ വലിയ സംഭാവന നൽകിയതാണ് NGOs. അത് ആ രീതിയിൽ കാണുന്നു. ഇത് സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമാണ്, ഒരു ക്രൈസ്തവ വിഷയമല്ല, പൊതുസമൂഹത്തെ പൂർണ്ണമായിട്ട് ബാധിക്കുന്ന വിഷയമാണ്. നമ്മുടെ നാട്ടിലെ സ്പെഷ്യൽ കുട്ടികളെയും അതുപോലെ തന്നെ വിധവകളെയും അനാഥരെയും രോഗികളെയും അതുപോലെ തന്നെ വാർദ്ധക്യത്തിന്റെ വേദന അനുഭവിക്കുന്നവരെയും സമൂഹത്തിന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജീവിതങ്ങളെയും ഒക്കെ ഇത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതിലേക്ക് പോകാതിരിക്കട്ടെ എന്നുള്ളതാണ് ഈ സമയത്തുള്ള എന്റെ ആശംസയും പ്രാർത്ഥനയും. യെസ്, വ്യക്തമാണ്. വളരെയധികം ആശങ്കകൾ ഈ ഒരു വിഷയത്തിൽ തന്നെ ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അഡ്വക്കേറ്റ് മനു, നമുക്കറിയാം ഒരു FCRA രജിസ്ട്രേഷൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അത് നേടിയെടുത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ഭേദഗതി വെച്ച് നോക്കുമ്പോൾ അത് ആജീവനാന്ത ഒരു നിയമ പോരാട്ടമായി മാറാനുള്ള ഒരു സാധ്യതയില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരാനുള്ള ഒരു സാധ്യത. എനിക്ക് തോന്നുന്നു ജീവിതകാലം മുഴുവൻ ഒരു അഡ്വക്കേറ്റിനെ കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഭേദഗതി വെച്ച് FCRA ലൈസൻസ് കിട്ടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ ഒരു നഗ്നമായിട്ടുള്ളൊരു ലംഘനം തന്നെയല്ലേ ഇത്? തീർച്ചയായും ഇതിനെ പല വിധത്തിൽ കാണേണ്ടതുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞതുപോലെ എന്താ പറയാ, ഒരു വക്കീലിനെ പിടിച്ചു നടക്കുക എന്നുള്ള ഒരു രീതിയില്ല. ഞാൻ അതിനേക്കാളും കുറച്ചുകൂടെ കഠിനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. തലയില് ഒരു തോക്ക് ചൂണ്ടിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചാൽ മതി എന്ന NGOയോട് പറയുന്ന ഒരു രീതിയിലേക്ക് സംവിധാനങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഭീതിതമായിട്ടുള്ള അവസ്ഥ. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരിക്കൽ പണം എടുത്തു കഴിഞ്ഞാൽ അവനതിൽ നിന്ന് മോചനമില്ല. നമ്മൾ ഈ ചില കേസുകളൊക്കെ പറയും, കഞ്ചാവ് അടിച്ചു തുടങ്ങി, മയക്കുമരുന്ന് അടിച്ചു തുടങ്ങി, അപ്പൊ അവന് മോചനമില്ല, അവൻ ആജീവനാന്തം അതിൻ്റെ അകത്ത് താഴെ പോകും, പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ രീതിയിലേക്ക് FCRA മാറുകയാണ്. ഒരിക്കലും എടുത്തു കഴിഞ്ഞാൽ ലൈസൻസ് വിഡ്രോ ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകുന്നു. ആ ലൈസൻസിൽ നമ്മുടെ ഫണ്ട് ദുർവിനിയോഗം ചെയ്യുക, അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നിയമപരമായിട്ട് നടപടി വേണമെന്ന് തന്നെ പറയുന്ന ഒരാളാണ് ഞാൻ. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ വന്നാൽ പ്രശ്നമാകുന്നു. ഇനി ഇതിൽ പിന്മാറാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതും നടക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആജീവനാന്തം ഇവന്റെ അക്കൗണ്ട് അണ്ടർ ദ സർവേലൻസ് ഓഫ് ഗവൺമെന്റ്. ഈ FCRAയിൽ ആരൊക്കെയായിരിക്കുന്നു അണ്ടർ ദ സർവേലൻസ് ഓഫ് ഗവൺമെന്റ് എന്ന രീതിയിലേക്ക് മാറുകയാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമെന്റ്മെന്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതിന്റെ ഓരോ സംവിധാനത്തിന്റെ അധികാരികളാരെന്ന ഒരു നിർവചനത്തിന് വലിയ വ്യാപകമായിട്ടുള്ള, അതായത് ഡയറക്ടേഴ്സ് കടന്നു വന്നു, അതിൽ ഇതിൻ്റെ അകത്ത് പാർട്ണർഷിപ്പ് ആണെങ്കിൽ അതിൽ അംഗങ്ങളെല്ലാം കടന്നു വന്നു, ഗവേണിംഗ് കൗൺസിൽ കടന്നു വന്നു. അങ്ങനെ കടന്നു വരുമ്പോഴത്തേക്കിന് വ്യാപകമായ രീതിയിലേക്ക് ഇതിന്റെ ക്രിമിനൽ ലയബിലിറ്റി മാറുകയാണ്. അപ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു സംവിധാനത്തിലേക്ക് ഈ കാര്യം മാറുന്നു. വ്യാപകമായ രീതിയിൽ ക്രിമിനൽ ലയബിലിറ്റിയിലേക്ക് മാറുന്നു. ഈ രണ്ട് കാര്യങ്ങളും നിൽക്കുമ്പോൾ ഞാൻ അതിന്റെ ചില ഭരണഘടനാപരമായിട്ടുള്ള ചില വിഷയങ്ങൾ കൂടെ കാണുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് ഒന്നാമത്തെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന ചില കാര്യങ്ങളെ ഇല്ലാതാക്കുവാനായിട്ട് ഈ FCRA നിയമം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു നിയമവശം. ഇതിന്റെ ഒന്നാമത്തെ ഉദാഹരണം പറയാം. ഇപ്പോൾ വിദേശത്തു നിന്ന് സംഭാവന എഴുതി പണിതിട്ടുള്ള ദേവാലയങ്ങൾ, അത് ക്രൈസ്തവ ദേവാലയമായിക്കൊള്ളട്ടെ, ഹൈന്ദവ ദേവാലയമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മുസ്ലിം ദേവാലയങ്ങളായിക്കൊള്ളട്ടെ, ധാരാളമുണ്ട്. നിയമപ്രകാരം ഒരിക്കൽ FCRA ലൈസൻസ്, പുതിയ അമെന്റ്മെന്റ് പ്രകാരം ലൈസൻസിന്റെ ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ ഈ നിയമത്തിന്റെ പരിധിയിലേക്ക് വരും. ഇതിന്റെ പേരന്റ് ഓർഗനൈസേഷൻ എന്തെങ്കിലും തരത്തില് മാനിപ്പുലേഷൻസോ അല്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കിയോ ലൈസൻസ് തടഞ്ഞു വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ചെയ്തിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിന്റെ കീഴിൽ വരികയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ 16A(7) എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അത് പ്രകാരം പറയുന്നത്, അപ്പം ഓൾറെഡി റിലീജിയസ് ആയിട്ടുള്ള സംവിധാനം ഇതിന്റെ കീഴിൽ വന്നല്ലോ. അപ്പൊ അവർ പറയുന്നത് ഇങ്ങനെയുള്ളതിന് ഒരു ഞങ്ങളായിട്ട് ആ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്കായിട്ട് നിയന്ത്രണം ഏർപ്പെടുത്താവുന്ന, അത് പ്രവർത്തിക്കാൻ ഞങ്ങൾ അനുവാദം കൊടുക്കും എന്നുമാണ് പറഞ്ഞിരിക്കുക. കേൾക്കുമ്പോൾ തോന്നും ഔദാര്യം. അതായത് മറ്റുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുമ്പോഴത്തേക്കിന് ഈ റിലീജിയസ് ആയിട്ടുള്ള സംവിധാനത്തിന് ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് നിയന്ത്രണത്തിൽ പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കുന്നു. അപ്പോൾ മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യമില്ലേ എന്ന ഒരു വിചാരമായിരിക്കും നമ്മൾക്ക് വരിക. പക്ഷേ
ഭരണഘടന ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 25 മുതൽ 28 പറയുന്ന മതപരമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. മതപരമായിട്ടുള്ള സംവിധാനങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഇപ്പൊ ഈ ചൈനയിലൊക്കെ പറയുന്ന ദേശീയ മതം എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ചൈനീസ് സർക്കാരിനോട് ചേരുന്നവർക്ക് മാത്രമേ ഉള്ളൂ അതനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് പറയുന്ന പോലെ തന്നെ ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി മതപരമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു രീതിയിലേക്ക് വരുന്നു. ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ്. ഇനി ഈ മതപരമായി ഇത് മാറ്റിയിട്ട് ഇത് സ്കൂളുകളാണ് എന്ന് വിചാരിക്കുക, ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന സ്കൂളുകളാണോ എന്ന് വിചാരിക്കുക. ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ചെല്ലുന്നു, അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് ന്യൂനപക്ഷ സ്കൂളുകളാണെന്നുണ്ടെങ്കിൽ അത് ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയിൽ പോയി കഴിയുമ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 29 30 അനുസരിച്ച് ചെയ്യുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ ഇല്ലാതാവുന്നു. ന്യൂനപക്ഷപരമായ ഭരണപരമായിട്ടുള്ള അവകാശങ്ങൾ ഇല്ലാതാക്കി അത് ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി അതിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിർവചനം നിലവിലെ ഭേദഗതിയിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? ഇല്ല, നിർവചനമില്ല. അത് അത് ബ്യൂറോക്രസിക്ക് വിട്ടുകൊടുത്തേക്കുവാണ്. സർക്കാർ നിയമിക്കുന്ന വ്യക്തി എന്നുള്ളതാണ്. അതാണ് പറയുന്നത്, രാഷ്ട്രീയപരമായിട്ടുള്ള അടിയാളുകളെ നിയമിക്കാവുന്ന ഒരു സംവിധാനം. ഇനി IAS IPS ആയിക്കൊള്ളട്ടെ, ഇപ്പോഴത്തെ ആ സംവിധാനത്തിൽ പോലും രാഷ്ട്രീയ ഇടപെടലുകൾ കൂടുതലാണ്. അപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് നിയന്ത്രിക്കാവുന്ന ഒരു സംവിധാനമായിട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ്. അതിലും മറ്റൊരു കാര്യം കൂടെ ഞാൻ കണ്ടെത്താനായിട്ട് കാര്യമാണ് 16L പ്രകാരം power to grant exemption. The proposed power to exempt any person, സെൻട്രൽ ഗവൺമെന്റിന് ഏതൊരാൾക്കും ഈ ആക്ടിൽ നിന്ന് എക്സംഷൻ കൊടുക്കുവാനും റൈറ്റ് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താ? ഇഷ്ടക്കാർക്ക് ഇഷ്ടമുള്ളതുപോലെ ഒഴിവുകൾ കൊടുക്കാം. നീ എന്റെ കാല് പിടിച്ചു കഴിഞ്ഞാൽ നിനക്കും കിട്ടും എക്സെപ്ഷൻ, ഇല്ലെങ്കിൽ നിനക്ക് കിട്ടില്ല. ഞാൻ പറയുന്ന പോലെ കേൾക്കേണ്ടി വരും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തോക്ക് ചൂണ്ടി NGOയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നിയമപരമായിട്ടുള്ള ആർബിട്രറി നേച്ചറിലൂടെ ഒരു നിയമം, ഇതിനെ കളറബിൾ ലെജിസ്ലേഷൻ എന്നേ ഞാൻ പറയത്തുള്ളൂ. അതായത് കളറബിൾ ലെജിസ്ലേഷൻ നിയമ സംവിധാനത്തിൽ പറയുക, ഒരു കാര്യം പറയുകയും എന്നാൽ മറ്റൊരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുകയും ചെയ്യുന്ന നിയമ സംവിധാനങ്ങളാണ്. അങ്ങനെ ഇതിൽ പറയുന്നതല്ലാത്തുള്ള വ്യാപകമായിട്ടുള്ള ചിന്തയോട് കൂടിയിട്ടുള്ള ആർബിട്രറി നേച്ചർ ആയിട്ടുള്ള ഒരു കളറബിൾ ലെജിസ്ലേഷൻ ആണ് ഈ പ്രൊപ്പോസ്ഡ് അമെന്റ്മെന്റ് വഴി ഉദ്ദേശിക്കുന്നതെന്ന് പറയുക, നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. വളരെ വ്യക്തമാണ്. വളരെ ശക്തമായിട്ടുള്ള ആശങ്കകൾ തന്നെയാണ് FCRA ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നത്. തീർച്ചയായിട്ടും അത് JPCക്ക് വിട്ടിരിക്കുന്നു. അത് അല്പമെങ്കിലും താൽക്കാലികമായിട്ട് ആണെങ്കിലും ആശ്വാസകരമായിട്ടുള്ള നടപടി തന്നെയാണ്. ഈ പറയുന്ന ആശങ്കകൾ അതിന്റെ അർഹിക്കുന്ന ഗൗരവത്തിൽ കണ്ടുകൊണ്ട് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും രാജ്യസുരക്ഷയും മുൻകരുതിയുള്ള റെഗുലേഷൻസ് അനിവാര്യമാണ്. പക്ഷേ അത് അമിതമായ ിലേക്കോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭരണഘടന നൽകുന്ന മൗലികമായിട്ടുള്ള അവകാശങ്ങൾ ലംഘിക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ ആണ് അവിടെ ആശങ്കകൾ ഉയരുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത്തരമൊരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകാതിരിക്കട്ടെ. JPCക്ക് കാര്യക്ഷമമായി തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ സാധിക്കട്ടെ. ക്രൈസ്തവ സഭകൾ ഉൾപ്പെടെ, ക്രൈസ്തവ സഭയുടെ മാത്രം വിഷയമല്ല എന്നൊരു കാര്യം കൂടി ചിന്തിക്കുക. എല്ലാവരുടെയും ഒരു വിഷയം തന്നെയാണ്, പൊതുസമൂഹത്തിന്റെ വിഷയം തന്നെയാണ്. ആ പൊതുസമൂഹത്തിന്റെ ഈ ഒരു ആശങ്ക കൃത്യമായി എത്തേണ്ടടുത്ത് എത്തട്ടെ എന്ന കാര്യം കൂടി ആശംസിക്കുന്നു. ഇന്ന് ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത അഡ്വക്കേറ്റ് സിസ്റ്റർ രമ്യ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റി, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ശ്രീ മനു, 3 പേർക്കും നന്ദി.